നീ സമ്മതി കാട്ടുകളുണ്ടല്ലോ പമ്പേസ് സൂര്യനോട് പറഞ്ഞെടുക്കണ ഒരു ട്രിപ്പുണ്ടോടി കുഫറിന്റെ ഗൗരവം മോൻ സൂര്യനെ പഠിപ്പിക്കുക. എന്ത് കാലഘട്ടത്തിലെ മശായിഖന്മാരെ നിഷേധിച്ചാൽ ഓലെ തള്ളി പറഞ്ഞാൽ കുഫർ സംഭവിക്കും. അനക്കൊക്കെ എന്ത് അധികാരമുള്ളത് എൻ്റെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുക. ഇജും കാട്ടുകള്ളൻ നൗഷാദും കൂടി കീശേരി ആമാശയ മുന്നേറ്റം വെച്ചുകാണ്ട് ഇവരെ പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ മശായിഖന്മാരായി അറിയപ്പെടുന്ന 90% ആളുകളും ലാലും മുതിലും പേച്ചവരും പേപ്പിക്കുന്നവരുമാണെന്നും ആ 90% ആളുകളും തട്ടിപ്പിൻ്റെ മേലാണെന്നും പ്രസംഗിച്ച് സർവ്വ കാലഘട്ടത്തിലെ മശായിഖന്മാരെയും കള്ളന്മാരാക്കിയ അനക്ക് അന്ന് കുഫറില്ലേനോ? പതോ കുഫറില്ലേനോ? ഈ കുഫർ എനിക്ക് അറിയില്ലേനോ? ഇത് ആരാടാ സൂര്യനെ പഠിപ്പിക്കാൻ? ഇത് ആരാ ഞങ്ങളെ പഠിപ്പിക്കാൻ? ഇതെന്താ മനസ്സിലാക്കിയത്? ആ ക്ലിപ്പൊന്ന് കണ്ടോളി, ബാക്കി തന്നെ ഞാൻ കാണിച്ചു തരാം. ആ കുഫർ നമ്മളെ പഠിപ്പിക്കാൻ വന്നിക്കുക. കുഫർ മറ്റേ കാലല്ല, മന്ത് മറ്റേ കാലല്ല മോൻ്റെ. അത് മനസ്സിലാക്കിക്കോ. കുഫർ പഠിപ്പിക്കുന്നു. അന്ന് എനിക്ക് കുഫർ ചെയ്യുന്നോ? ഇതൊക്കെ തലി കെട്ടിട്ട് ഇത്ര വലിപ്പം എൻ്റെ വലിപ്പം ഒന്ന് കരിക്കാട്ട് വെച്ചാൽ ചൂർമ വരച്ച് നോക്കിയാൽ ഒരു കുഫർ നമ്മളെ പഠിപ്പിക്കുക. എന്താ അധികാരം എനിക്കൊക്കെ ഉള്ളത്? അതിനൊരു DVD ആക്കിയിട്ട് നാട് നീളെ വീറ്റ് നാക്കി നടന്നോലാ നിങ്ങൾ കണ്ടാളും. മനസ്സിലായോ? ആ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുഫർ ഇത് പറയും. എന്നിട്ട് ആളവിടെ കുഫറിയത്ത് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുക. ജോലിയല്ല എൻ്റെ കാട്ടുകളിൽ എൻ്റെ അറിയാനാ ഓൻ ഷെയ്ഖല്ല, അവൻ വലിയല്ല എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിലൊക്കെ തേണ്ടിയെടുക്കണം. ഓൻ വലിയാണ്. സ്വന്തം കെട്ടിയ പെണ്ണുങ്ങളെ അവർത്തും മറക്കാതെ മുട്ടിൻ്റെ കീപ്പിട്ട് നേരടിച്ച് കാണുന്ന വസ്ത്രം ധരിപ്പിച്ച് കാണ്ട് കാല നേരടിച്ച് കാണുന്ന വസ്ത്രം ധരിപ്പിച്ച് കാണ്ട് കൊണ്ടെടുക്കണം. ഓൻ വലിയാണ്. മോൻ്റെ എൻ്റെ പെണ്ണുങ്ങളെ നാത്തൂന് ശരിക്കൊരു കട്ടിയുള്ള വസ്ത്രം വാങ്ങി കൊടുത്തൂടെ? ചെങ്ങായി മൊത്തം കാണും. ചെങ്ങായി അത് പറയാൻ പറ്റില്ല, സ്വകാര്യം പറയാം. ഇതൊന്ന് സ്വകാര്യത്തിൽ എടുത്തു നോക്കിയല്ലേ ആ ഫോട്ടോ. ആ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ജൻ TV കൊടുത്തില്ലേ? അതൊക്കെ സൂം അടിച്ച് നോക്കിയല്ലേ? അപ്പം കാണാം. അണ്ടർഗ്രൗണ്ട് അടക്കം മൊത്തം കാണണ്ടേ? ഇത് ഓനെ വലിയല്ലോ. അന്ന് നമ്മൾ എത്തിച്ചിരിക്കണേ, അന്ന് നമ്മൾ എത്തിനാക്കിയതാ. മനസ്സിലായോ? എന്നിട്ട് ഓൻ അങ്ങനെ വന്നിക്കുക. കണ്ടോ? അത് പറയട്ടെ, ഞാൻ ബാക്കി ഞാൻ മനസ്സിലാക്കും. പറഞ്ഞാൽ കുറച്ച് ഏറിപ്പോവും. നിങ്ങൾ കുഫറിന്റെ യഥാർത്ഥം പഠിക്കണം. അള്ളാഹുവിൻ്റെ ആളുകൾ, കാലഘട്ടത്തിൽ വരുന്ന മശായിഖന്മാർ അവരെ നിഷേധിക്കുന്നത് അത് വലിയ കുഫ്രിയത്തിന്റെ ഭാഗമാണ്. വിഷയം ഗൗരവമാണ്. കുഫറിന്റെ ഗൗരവം ഇല്ലാണ്ട് പഠിച്ചാൽ മതി. ഇജ്ജ് നൗഷാദും എടോ എനിക്ക് അന്ന് കുഫറോടെ നീ എൻ്റെ ചോദ്യമാണ് മറുപടി പറയണം. ഈ ഗ്രൂപ്പിലുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ ഇവിടെ മശായിഖന്മാരായി പ്രവർത്തിക്കുന്ന, ത്വരീഖത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അള്ളാന്റെ ആളുകളായിട്ടുള്ള ഒരു പ്രവർത്തിക്കണ്ടേ അല്ലേ? ഔലിയാക്കളായിട്ടല്ലേ 90% വാലിലും മുതില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഫറോടെ നീ ഏത് അടുപ്പിലേനോ എൻ്റെ കുഫറ്? ഇതോട്ട് നീച്ചരുത്. ഇത് ആരെ പഠിപ്പിക്കുന്നത്? സൂര്യനെ? ഞങ്ങളെ? ഇതൊന്നും തൊള്ള തുറക്കാൻ ഞങ്ങൾ എൻ്റെ കുഞ്ഞാടുകൾ മുമ്പിൽ നടക്കുള്ളൂ. അതാ പറഞ്ഞേ. കണ്ടാ ക്ലിപ്പ്. എന്നിട്ട് അത് എല്ലാവർക്കും കൊണ്ടുവരുന്നു വെറ്റി നാക്കി നടന്നുകാണ്ട് ഇപ്പം ഞങ്ങളെ കുഫർ പഠിപ്പിക്കാൻ വന്നിക്കല്ലേ? അന്നൊന്നും നേരിടാനുള്ള പുസ്തകന്മാർ മണ്ടോ? സാധാരണക്കാർ മാത്രം മതി. അതാ സി കെ കുടിശ്ശേഖാർ പറഞ്ഞത് പള്ളം നിറച്ചു പിന്നെ കുറച്ചും കിട്ടുന്നറിയില്ലേ? ഇതേമാതിരി നമ്മൾ തരല് പള്ളം നിറയും. എന്നിട്ട് ആ സൂര്യനെ പഠിപ്പിക്കുക. സൂര്യൻ നിങ്ങൾ മെയിൻ ചെയ്യുന്നത് എപ്പോഴാണ് മൂപ്പര് ഒന്ന് വീഡിയോ ചെയ്ത് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ കേൾക്കലുണ്ട്. അത് മനസ്സിലാക്കിക്കോ. ഈ സൂര്യനെ പറഞ്ഞു കണ്ട് കടി സലമത്താക്കാൻ നോക്കണ്ട. സൂര്യനോട് പറഞ്ഞു കണ്ട് കേട്ടോ. കണ്ടോ? സൂര്യൻ കാണട്ടെ ക്ലിപ്പ്. സൂര്യനെ പഠിപ്പിക്കാൻ പോയതല്ലേ? ഇവിടെ ലോകത്ത് ഈ കേരളത്തിൽ ഒരാളും പറയാത്തത് 90% ആരെങ്കിലും പറഞ്ഞായി. നിങ്ങൾ പെൺവസ്താദ് എതിർത്തു പറയലുണ്ട്. പെൺവസ്താദ് എതിർത്ത് കാട്ടുകള്ളൻ കുഞ്ഞേമ മഞ്ചേരിന്ന് എത്ര പറഞ്ഞത്? 20 ആൾ 22 ആൾ. ത്വരീഖത്തെ സമഗ്ര പഠനം എന്ന ബുക്കിൽ 22 മശായിഖന്മാർ എതിർത്തിരുന്നത്. എന്നാൽ നൗഷാദിനോട് എത്തിയില്ല. അൻ്റെ നൗഷാദിനോട് എത്തിയില്ല. 90% അത് വ്യക്തമായ സത്യമാണ്. ലോകം മുതില്ല എന്നുള്ളത് സത്യം എങ്ങനെ ഇല്ലാതാലേ? പറയട്ടെ എൻ്റെ നൗഷാദ്. അവിടെ കുഫറില്ലേനോ? ഈ കുഫറിയത്ത് വിറ്റിട്ടല്ലടാ നാക്കി നടന്നത്. ഇതും കുഞ്ഞേമിൻ്റെ ഭാഷ കേട്ടോ. ഇത് നൗഷാദൊക്കെ അത് കായ് ഉണ്ടാക്കിക്കാണ്ട് എനിക്ക് നിഷേധിക്കാൻ വിറ്റിട്ടില്ല. പുത്തനത്താണ് നിൽക്കുന്ന ഇന്ത്യത്തിലല്ല ക്ലിപ്പ് ഈ പ്രസംഗം. എന്നിട്ട് പോങ്ങനെ കുഫറിയത്ത് പഠിപ്പിക്കാൻ വന്നിട്ട് നമ്മളാ അതൊക്കെ അടുക്കളയിൽ പറഞ്ഞാൽ മതി. മനസ്സിലാക്കിക്കോ. വലിയ സുഖം ഉണ്ടാവില്ല ആൺകുട്ടിയായിട്ട് മുട്ടുമ്പോൾ. അല്ലെങ്കിൽ തൊള്ള പറഞ്ഞ് ഗ്രൂപ്പിൽ വന്നോ പഠിപ്പിച്ചാണ്ട് തരാം. ഈ എന്താ പറഞ്ഞത്? അതൊക്കെ ഇനിയും മാത്രം ഇതിന് മുമ്പ് വീഡിയോ ചെയ്തില്ലോ. എൻ്റെ ചാനലിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് വിട്ടില്ലോ നോമ്പിൻ്റെ ശേഷത്തെ. അതൊക്കെ ഞാൻ ഇന്ത്യയിൽ ക്ലിപ്പുണ്ട്. ഞാൻ ഉണ്ടായ സമയത്തായിട്ടാ. ഇതൊക്കെ മറുപടി ഇന്ത്യത്ത് ഉണ്ട്. ഒക്കെ അജന്നെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇജും നൗഷാദും നിങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ജനങ്ങൾക്ക് വിറ്റ് കായുണ്ടാക്കി ചൂഷണം ചെയ്ത് നക്കി. എന്നിട്ട് ഇങ്ങനെ വന്നിട്ടപ്പം അത് പിൻവലിച്ച് കാണ്ടേ നിങ്ങൾ പിൻവലിച്ച് നിങ്ങളെത്തുന്ന പോവുള്ളൂ, ഞങ്ങളെത്തുന്ന പോവില്ല. അത് മനസ്സിലാക്കിയോ? ആ കണ്ടോ ക്ലിപ്പ് കണ്ടോ? അതേ സമയത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നറിയോ? നിങ്ങൾക്ക് ത്വരീഖത്ത് എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ത്വരീഖത്തിന്റെ പേരിൽ കള്ള ത്വരീഖത്തുകാര് വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു. 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവനും തട്ടിപ്പിന്റെ മേലിലാണ്. മഹാന്മാർ
അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക, സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. കണ്ടില്ലേ, സകല ഔലിയാക്കളെയും മശായിഖന്മാരെയും കാലഘട്ടത്തിലെ മശായിഖന്മാരെയും കള്ളന്മാരും ലോലും മുതലും ആക്കണത് മനസ്സിലായി നിങ്ങൾക്ക്? അന്ന് ഈ കുഫ്രിയത്തോടെ സമയത്തെ കാട്ടുകള്ള പമ്പൈസേ ആരെ കുഫ്രിയത്തോടിപ്പിച്ച് ഞങ്ങളെ ഈ കുഫ്രിയത്തും വിറ്റിട്ടല്ലേ നക്കി നടന്നത്? എല്ലായിടത്തും വിറ്റിക്കാണ്ട് സ്വന്തം പെണ്ണുങ്ങൾക്ക് കുട്ടിയാക്കി വെച്ചു തിന്നാൻ കൊടുത്തിട്ട് പറയടാ മറുപടി. ആരെ പഠിപ്പിക്കണേ? അതിനഞ്ചു വളർന്നിട്ടില്ല, മനസ്സിലാക്കില്ല. സൂര്യനെ കുഫ്രിയത്ത് പഠിപ്പിക്കാനൊന്നും ഉജു വളർന്നിട്ടില്ല കേട്ടോ. അത് മനസ്സിലാക്കിയാൽ മതി. സൂര്യൻ കാണട്ടെ ക്ലിപ്പ്. ഇത്ര മാത്രം മൗലിയാക്കളെയും മശായിഖന്മാരെയും ലാലിലും മുതലും വെള്ളന്മാരാക്കിയ ആള് കേരളത്തിൽ വേറല്ല. കേരളം എടുക്കുമ്പോൾ മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ജാതി പ്രസംഗം നടത്തിയവർ ഔലിയാക്കൾക്കും മശായിഖന്മാർക്കെതിരിൽ ഒരാളിന് കാണാൻ കഴിയില്ല. ഇതൊക്കെ ആദർശം മുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് കാട്ടുകള്ളൻ ഷെയ്ഖിന്റെ കൈ പിടിച്ചാൽ നടത്തിയ പ്രസംഗം അത് 2013 2014 മനസ്സിലായോ? അല്ലാതെ നമ്മളെ കൂടെ നിന്നപ്പം നടത്തിയതല്ല. അതും പറഞ്ഞിട്ട് കണ്ടാരും. ഇതിനൊക്കെ എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ചോദിക്കണ്ടല്ലോ. 2013 മുതൽ ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, ആ പ്രസംഗത്തിൽ നിങ്ങൾ കൊണ്ടുവരി. ആ പ്രസംഗം അത്. അപ്പം അതിന് തള്ളാൻ പറ്റില്ല. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.